ചങ്ങായിമാരെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരേ ചാനലിലുള്ള രണ്ട് മാധ്യമ പ്രവർത്തകരെ കുറിച്ചാണ്. ഒന്ന് വിനു വി ജോൺ എന്ന സംഘി ക്രിസംഗി ലൈന് പോകുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണോ എന്ന് വരെ പറയാൻ കഴിയാത്ത ഒരു വ്യക്തിയെ കുറിച്ചും, രണ്ടാമത് മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നും മാധ്യമ പ്രവർത്തകന്റെ അർത്ഥവും പര്യായവും എന്താണെന്ന് കാണിച്ചു തന്ന ഉണ്ണി ബാലകൃഷ്ണൻ എന്ന മാധ്യമ പ്രവർത്തകനെ കുറിച്ചാണ്. ആദ്യം തന്നെ നമുക്ക് വിനു വി ജോൺ എന്ന ക്രിസംഗി സംഘി ലൈന് പോകുന്ന ഈ വേട്ടാവളിനെ കുറിച്ച് പറയാം. ഇന്നലെ രാജ്യം ഉറ്റുനോക്കിയൊരു പ്രക്ഷോഭം ഡൽഹിയിൽ നടന്നു. 300ഓളം എംപിമാരെ വെച്ച് പ്രതിപക്ഷം നടത്തിയ ഒരു ശക്തമായ പ്രതിഷേധം, രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായ കള്ള വോട്ടുകൾക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധം. പക്ഷേ നമ്മളെ വിനു വി ജോൺ എന്ന് പറഞ്ഞ ഈ വേട്ടാവളിയൻ തന്റെ പ്രൈം ടൈമിൽ ചർച്ചക്കെടുത്തത് എന്തായിരുന്നെന്നറിയോ? ലവ് ജിഹാദ്. കേരളത്തിലെ ബാക്കി എല്ലാ മാധ്യമങ്ങളും വിസർജനം ഒഴികെയുള്ളതാണ്. ബാക്കി എല്ലാ മാധ്യമങ്ങളും ഡൽഹിയിൽ ഇന്നലെ നടന്ന ശക്തമായ പ്രക്ഷോഭത്തിന്റെ കാര്യമാണ് ചർച്ചക്കെടുത്തത്. പക്ഷേ ഈ വേട്ടാവളിയൻ തന്റെ മുതലാളിയെ സുഖിപ്പിക്കാൻ വേണ്ടിട്ട്, തന്റെ മുതലാളിയുടെ പാർട്ടി ഇപ്പൊ നേരിടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് തലയൂരി കൊടുക്കാൻ വേണ്ടിട്ട് മുതലാളിക്ക് വേണ്ടി അടുക്കള പണിയെടുക്കുകയായിരുന്നു ഇന്നലെ. ഞാനും നിങ്ങളൊക്കെ ഇന്നലെ ഒരുപാട് വേദനയോടെ കേട്ട വാർത്തയാണ് കോതമംഗലത്ത് ഒരു പാവം പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. തന്റെ കാമുകന്റെ ക്രൂരമായ ശാരീരിക പീഡനങ്ങൾ മൂലം ആ പാവം പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. പക്ഷെ വിനു വി ജോൺ എന്ന് പറഞ്ഞ ക്രിസംഗി അതിന് എങ്ങനെയെങ്കിലും ഒരു ലവ് ജിഹാദിലേക്ക് എത്തിക്കണം എന്നുള്ള വാശിയിലാണ്. അതാണല്ലോ ഇവന്റെ മുതലാളിയായ രാജീവ് ചന്ദ്രശേഖരനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും വേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയുള്ള എല്ലാ പരിശ്രമവും ഇന്നലെ രാത്രി പ്രൈം ടൈമിൽ അയാൾ നടത്തി. ഞാൻ ആദ്യമേ പറയുന്ന ആ പെൺകുട്ടിയുടെ മരണത്തിന് കാരണമായി റമീസ് എന്ന ആ വേട്ടാവളിയൻ, ആ ക്രൂരൻ, ശക്തമായി ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ കൊടുക്കുന്ന ഏറ്റവും കഠിനമായ ശിക്ഷ തന്നെ അർഹിക്കുന്നു. അതിപ്പോ വധശിക്ഷയായിട്ടുണ്ടെങ്കിൽ അത്രയും സന്തോഷമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ വേട്ടാവളി റമീസ് ക്രൂരനായ ഒരു ക്രിമിനലാണ്. പല കേസുകളിലും പ്രതിയായിട്ടുണ്ട്. പക്ഷെ ഇവനേക്ക് എങ്ങനെയാണ് പെൺകുട്ടികളെ പ്രേമിക്കുന്നു പറഞ്ഞാൽ അത് വളരെ സങ്കടം ഉണ്ടാക്കുന്ന വേറൊരു കാര്യമാണ്. ഇവനൊക്കെ ഏത് മതക്കാരനായാലും ശരി, മുസ്ലിം ആയാലും ശരി, ക്രിസ്ത്യാനി ആയാലും ശരി, ഹിന്ദു ആയാലും ശരി, ഇവനെയൊന്നും വെറുതെ വിടാൻ പാടില്ല. കാരണം ഇവനൊന്നും ഒരു മതമില്ലെന്നേ. ഇവനൊന്നും മതമില്ല. ഇവനൊക്കെ പെൺകുട്ടികളെ എങ്ങനെ ഒരു കളിപ്പാട്ടമാക്കുന്നുള്ള ചിന്തഗതി നടക്കുന്നതാണ്. പക്ഷെ ഇവന്റെ മതത്തെ പിടിച്ച് ഈ സംഭവത്തെ ലവ് ജിഹാദാക്കിയിട്ട് കേരളത്തെ ഇകഴ്ത്തിക്കാട്ടാനും അതിലൂടെ തന്റെ സംഘപരിവാർ മുതലാളിയുടെ എല്ലാ പ്രശ്നങ്ങളും, അതായത് ക്രിസ്ത്യാനികൾക്കെതിരെ നേരിടുന്ന പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, പിന്നെ വോട്ട് പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്, അത് നല്ല നൈസായിട്ട് തലയൂരി കൊടുത്തിട്ട് തന്റെ മുതലാളിനെ നല്ല സുഖസുന്ദരമായ ഒരു അവസ്ഥയിൽ എത്തിക്കാൻ വേണ്ടി വിനു വി ജോൺ ഇങ്ങനെ പരിശ്രമിക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, ഈ സംഘപരിവാറിനും ഈ വിനു വി ജോൺ എന്ന വേട്ടാവളിനും ആ പെൺകുട്ടിയോടുള്ള സ്നേഹമോ ആ പെൺകുട്ടിയുടെ വീട്ടുകാരോടുള്ള സ്നേഹമോ ഒന്നുമല്ല. ഇതിന്റെ ഇടക്ക് തന്റെ സംഘപരിവാറിനെ വെളുപ്പിച്ചെടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ആ പെൺകുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കുക എന്നുള്ളത് ഈ സംഘപരിവാറിന്റെയോ ഈ വേട്ടാവളിയും വിനു വി ജോണിന്റെ ചിന്തയിൽ പോലും ഇല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറയട്ടെ, ആ പാവം പെൺകുട്ടിക്ക് നീതി ലഭിക്കട്ടെ. ആ റമീസ് എന്ന ക്രിമിനൽ ഇനി ഒരിക്കലും പുറത്തിറങ്ങാതിരിക്കട്ടെ. അതിന് കാരണക്കാർ അവന്റെ കുടുംബക്കാർ, അവന്റെ വീട്ടുകാരുണ്ടെങ്കിൽ ആ വീട്ടുകാർക്കും തക്കതായ ശിക്ഷ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ കൊടുക്കണം തന്നെയാണ് എന്റെ ഒരേ ഒരു പ്രാർത്ഥന. പക്ഷെ ഈ വാർത്തയെ, കാമുകന്റെ ക്രൂരമായ പീഡനം മൂലം ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത വാർത്തയെ ലവ് ജിഹാദാക്കാൻ വേണ്ടി സംഘപരിവാറും സംഘപരിവാറിന്റെ ചട്ടുകമായ വേശ്യാനെറ്റിലെ വിനു വി ജോണും നടക്കുമ്പോൾ, അതേ വേശ്യാനെറ്റിലെ ഒരു നട്ടലുള്ള മാധ്യമ പ്രവർത്തകൻ, ഒരു ചങ്കുറപ്പുള്ള മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പര്യായം ഇപ്പൊ കേരളത്തിൽ ഞാൻ നോക്കുമ്പോൾ ഒരേ ഒരാളേ ഉള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഉണ്ണി ബാലകൃഷ്ണൻ തന്നെയാണ്. അദ്ദേഹം സംഘികളുടെ സ്വന്തം ചാനലായ ഈ വേശ്യാനെറ്റ് ഇരുന്നിട്ട് ഈ സംഘികൾക്കെതിരെ ആഞ്ഞടിക്കാൻ തുടങ്ങി കുറച്ച് ദിവസമായി. ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഉണ്ണി ബാലകൃഷ്ണൻ സംഘികൾക്കെതിരെ ഈ വേശ്യാനെറ്റിൽ ഇരുന്ന് തന്നെ ആഞ്ഞടിക്കുന്ന ഒരു വീഡിയോ. പക്ഷെ ഇന്നലെ വിനു വി ജോൺ എന്നൊരു വേട്ടാവളിയൻ, മാധ്യമ പ്രവർത്തകൻ വിളിക്കാൻ പോലും പറയാത്ത വേട്ടാവളിയൻ, ലവ് ജിഹാദ് എന്ന് പറഞ്ഞ് ഇല്ലാത്ത കഥകളിലേക്ക് പോയപ്പോൾ ശക്തമായി രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്ഷാപാതത്തെ തുറന്ന് കാട്ടാൻ വേണ്ടി തനിക്ക് കിട്ടിയ ചുരുങ്ങിയ സമയം ഉപയോഗിച്ചു ഈ മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുന്ന നട്ടലുള്ള മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞ ഉണ്ണി ബാലകൃഷ്ണൻ. നമുക്ക് എന്തായാലും ആ നട്ടലുള്ള മാധ്യമ പ്രവർത്തകൻ ഇന്നലെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്ന് കേട്ടിട്ട് വരാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏത് കളിയിലും ഒരു അമ്പയർ ഉണ്ടായിരിക്കണം. എന്തിനാണ് ഒരു അമ്പയർ ഉണ്ടായിരിക്കേണ്ടത്? കളികളെല്ലാം ചില കളി നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടക്കുക. ആ കളി നിയമങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ നിഷ്പക്ഷമായ ഒരു അമ്പയർ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. ഈ കളിയിൽ കള്ളക്കളി കാണിക്കുന്നവരെ റെഡ് കാർഡ് കാണിച്ച് പുറത്തിരുത്താൻ ഈ അമ്പയർ തയ്യാറാവുകയും വേണം. എന്നാൽ അമ്പയർ ഏതെങ്കിലും പക്ഷം പിടിച്ച് കളിച്ചാലോ, കളിയിൽ ചിലർ നടത്തുന്ന കള്ളത്തരങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചാലോ അമ്പയറിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടും. അമ്പയറിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടാൽ അത് ആ മത്സരത്തിന്റെ സുതാര്യതയെ തന്നെ ഇല്ലാതാക്കും. യഥാർത്ഥത്തിൽ സമാനമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ലോകത്തിന് തന്നെ
മാതൃകയാണ് കേട്ടോ. 100 കോടി ജനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കാളിയാകുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യർ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകുന്ന രാജ്യമാണ് ഇന്ത്യ. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സുതാര്യമായും നിഷ്പക്ഷമായും സ്വതന്ത്രമായും നടത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനത്തെ നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 1952 മുതൽ 2025 വരെ ഒട്ടേറെ തെരഞ്ഞെടുപ്പുകൾ ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പുകളെല്ലാം സ്തുത്യർഹമാം വിധം കണ്ടക്ട് ചെയ്തിട്ടുള്ളത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമാണ്. എന്ന് മാത്രമല്ല 1990 മുതലാണ് ശരിക്കും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു സ്ഥാപനമുണ്ട് എന്ന് എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാർ അറിയുന്നത്. ആ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? 1990 ഇന്ത്യൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായി ചുമതലയേറ്റ ആളാണ് ടി എൻ ശേഷന്റെ വരവോടുകൂടിയാണ് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കുന്നത്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനത്തിന് അനവധിയായ അധികാരങ്ങളുണ്ട് എന്നും ആ അധികാരങ്ങൾ പ്രയോഗിക്കപ്പെടേണ്ടതാണെന്നും മനസ്സിലാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്നു ടി എൻ ശേഷൻ എന്ന് പറയുന്നത്. കടുത്ത തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഒരുപക്ഷെ പ്രതിപക്ഷത്തോട് കൂടുതൽ അടുത്ത് നിന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്നു ടി എൻ ശേഷൻ. ആ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയിൽ വലിയ മാതൃകയായിട്ടുണ്ട്, ലോകത്തിന് തന്നെ മാതൃകയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യം കൂടി അറിയാമോ? 1989 ബാൽ താക്കറെ എന്ന് പറയുന്ന ശിവസേനയുടെ സ്ഥാപക നേതാവ്, ബാൽ താക്കറെ പറഞ്ഞാൽ മുംബൈ ചലിക്കും, ബാൽ താക്കറെ പറഞ്ഞാൽ മുംബൈ നിശബ്ദമാകും, അത്ര കരുത്തനായ ബാൽ താക്കറയെ വോട്ടവകാശം നിഷേധിച്ച് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ 6 വർഷത്തേക്ക് പുറത്താക്കിയിട്ടുണ്ട് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. കരുത്തനായ ബാൽ താക്കറയുടെ മൂക്ക് ചെത്തി മൂലക്കിരുത്തിയ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചാണ് ഇപ്പോൾ അതിശക്തമായ ചില ആരോപണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് നമ്മൾ കണ്ടത് എന്താണ്? 300ഓളം എംപിമാർ, 300ഓളം ലോക്സഭാ അംഗങ്ങൾ രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തേക്ക് മാർച്ച് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. എന്തായിരുന്നു അവർ പറഞ്ഞത്? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യത നഷ്ടമായിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. 300 എംപിമാർ എന്ന് പറയുന്നത് ചെറിയൊരു സംഖ്യയല്ല കേട്ടോ. അവർ ഏതാണ്ട് 40-45% വോട്ടർമാരെ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇന്ത്യൻ ജനതയിൽ ഏതാണ്ട് പകുതിയോളം ആളുകൾക്ക് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ വിശ്വാസ്യത നഷ്ടമായിരിക്കുന്നു എന്നാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്? ഇത് ഇന്നോ ഇന്നലെയോ സംജാതമായ സാഹചര്യമില്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികളും പൊതുജനങ്ങളും തന്നെ പല സംശയങ്ങളും മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ്. ഈ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രൂപീകരിക്കുന്നത് മുതൽ സംശയങ്ങൾ ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 2023 സുപ്രീം കോടതി വളരെ നിർണായകമായ ഒരു വിധി പ്രസ്താവം നടത്തി. സുപ്രീം കോടതിയിൽ 5 അംഗ ഭരണഘടനാ ബെഞ്ചാണ് ആ വിധി പ്രസ്താവം നടത്തിയത്. എന്തായിരുന്നു? ഒരു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എങ്ങനെ നിയോഗിക്കണമെന്ന് സംബന്ധിച്ച നിർദ്ദേശമാണ് ഭരണഘടനാ ബെഞ്ച് മുന്നോട്ട് വെച്ചത്. അതിനൊരു സമിതി ഉണ്ടാകണം. ആ സമിതിയിൽ 3 അംഗങ്ങൾ ഉണ്ടാകണം. ആ സമിതിയിലെ അംഗമായിരിക്കണം പ്രധാനമന്ത്രി, ആ സമിതിയിൽ അംഗമായിരിക്കണം പ്രതിപക്ഷ നേതാവ്. ഇവരെ കൂടാതെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസും ഈ സമിതിയിൽ ഉണ്ടാകണമെന്നാണ് ഭരണഘടനാ ബെഞ്ച് പറഞ്ഞത്. പക്ഷേ 2023 ഒരു നിയമനിർമ്മാണത്തിലൂടെ സുപ്രീം കോടതിയുടെ ഈ വിധിയെ കാറ്റിൽ പറത്തുകയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തത്. എന്താണ് മോദി സർക്കാർ തീരുമാനിച്ചത്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ അങ്ങ് ഒഴിവാക്കി. പകരം പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, പിന്നെ പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി എന്ന നിലയ്ക്ക് അതിന്റെ ഘടനയെ മാറ്റി. ആ ക്യാബിനറ്റ് മന്ത്രി നമുക്ക് ഊഹിക്കാവുന്ന പോലെ അമിത്ഷാ ആയിരുന്നു. അതായത് നരേന്ദ്രമോദി, അമിത്ഷാ, രാഹുൽ ഗാന്ധി, ഈ 3 പേർ ചേർന്നിരുന്നുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കും. അങ്ങനെ നിയമിക്കുമ്പോൾ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ശബ്ദത്തിന് എന്താണ് വില? ആ ഒറ്റ വോട്ട് കൊണ്ട് മറുവശത്ത് 2 വോട്ടാണുള്ളത്. സ്വാഭാവികമായും മറുവശം തീരുമാനിക്കുന്നത്, അതായത് ഭരണപക്ഷം തീരുമാനിക്കുന്ന ആൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണറാകും, കേന്ദ്ര തെരഞ്ഞെടുപ്പ് മുഖ്യ കമ്മീഷണറാകും. ഈ രീതിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രൂപീകരിക്കുന്ന ഘട്ടം മുതൽ തന്നെ സർക്കാരിന്റെ പിടി മുറുക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്താണ് സർക്കാരിന്റെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർമ്മാണത്തിൽ അതിനെ രൂപീകരിക്കുന്നതിൽ പ്രത്യേകമായ താല്പര്യമുള്ളത്? ആ താല്പര്യം ശരിയല്ലല്ലോ. സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിക്കാൻ ഞങ്ങൾക്ക് പൂർണ്ണമായ അധികാരം വേണമെന്നൊരു കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നതിൽ തന്നെ പ്രശ്നങ്ങൾ ആരംഭിക്കുകയാണ് ചെയ്തത്. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 വിപ്ലവകരമായ രാജികൾ മോഡിയുടെ ഭരണകാലത്ത് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായിട്ടുണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അദ്ദേഹത്തിന്റെ പേര് അശോക് ലവാസ എന്നാണ്. അദ്ദേഹം രാജിവെച്ചു പോയി. എന്തായിരുന്നു കാരണം? 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി നടത്തിയ 2 പ്രസംഗങ്ങൾ വിദ്വേഷ പ്രസംഗങ്ങളാണെന്നും അതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരുന്നു അശോക് ലവാസ. അദ്ദേഹം പറഞ്ഞു വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നത് അവിടെ ഭൂരിപക്ഷം ന്യൂനപക്ഷമായതുകൊണ്ടാണെന്ന നരേന്ദ്രമോദിയുടെ പ്രസംഗം, അതായത് മുസ്ലിം ഭൂരിപക്ഷം അവിടെ ഉള്ളതുകൊണ്ടാണ് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നത് എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ പ്രസംഗം മതസ്പർദ്ധ വളർത്തുന്നതാണ് അശോക് ലവാസ ചൂണ്ടിക്കാട്ടി. എന്ന് മാത്രമല്ല, ബീഹാറിൽ പോയി നരേന്ദ്രമോദി പ്രസംഗം നടത്തിയിട്ടുണ്ട്. പുൽവാമ, ബാലക്കോട്ടിന് ശേഷം അവിടെ വീരമൃത്യു വരിച്ച സൈനികരുടെ പേരിൽ വോട്ട് ചോദിച്ചു നരേന്ദ്രമോദി. ഇത് രണ്ടും തെറ്റാണ് എന്ന് അശോക് ലവാസ ചൂണ്ടിക്കാണിച്ചു. അതിനെതിരെ നടപടി ഉണ്ടാകണമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു നടപടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നരേന്ദ്രമോദിക്കെതിരെ എടുത്തില്ല. പക്ഷേ നരേന്ദ്രമോദി അശോക് ലവാസയ്ക്കെതിരെ നിരന്തരം നടപടികൾ എടുത്തു. എന്തായിരുന്നു ചെയ്തത്? അശോക് ലവാസയുടെ വീട് ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്തു. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സ്ഥാപനം, അദ്ദേഹത്തിന്റെ മകന്റെ സ്ഥാപനം, അദ്ദേഹത്തിന്റെ സഹോദരിയുടെ സ്ഥാപനം ഒക്കെ ഇൻകം ടാക്സ് റെയ്ഡ്. ആ ഇൻകം ടാക്സ് റെയ്ഡ് നടത്തിയതിന് പിന്നാലെ രാത്രി രാജിവെച്ച് അശോക് ലവാസ എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജിവെച്ച് ഇന്ത്യ വിട്ടു എന്നുള്ളതാണ് വസ്തുത. ഇതായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇറങ്ങിയ ഒരു നാടകം. മറ്റൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ അരുൺ ഗോയലും ഇതുപോലെ തന്നെ രാജിവെച്ചപ്പോഴാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജിവെച്ചത്. ഇന്ത്യയിൽ അത് വലിയ വിവാദമായ വിഷയമായിരുന്നു. അദ്ദേഹവും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിലുള്ള തർക്കത്തെ തുടർന്നാണ് ഈ പറഞ്ഞ രാജിവെച്ചത്. ഈ അർത്ഥത്തിലൊക്കെ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ സംബന്ധിച്ച് പലതരത്തിലുള്ള വിമർശനങ്ങൾ രൂപപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രാജ്യത്തെ വിരമിച്ച 66 IAS ഉദ്യോഗസ്ഥർ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ഒരു കത്തെഴുതി. ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് അവരാരും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിരുന്നില്ല, അവരൊരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാക്കളോ പ്രവർത്തകരോ അണിയോ അല്ല. എന്നിട്ട് കൂടി അവർ പറഞ്ഞു, രാഷ്ട്രപതിയോട് പറഞ്ഞു, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഒട്ടും തന്നെ സുതാര്യമല്ല എന്ന്. 2024 ആവർത്തിച്ചു. 93 വിരമിച്ച IAS ഉദ്യോഗസ്ഥർ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് വീണ്ടും കത്തെഴുതി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ മുട്ടിലിഴയുകയാണ് എന്ന്. ആ അർത്ഥത്തിലൊക്കെ വലിയ വിവാദങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു ആറ്റം ബോംബ് തന്നെയാണ് കേട്ടോ, സംശയമൊന്നുമില്ല,
രാഹുൽ ഗാന്ധി പൊട്ടിച്ചിരിക്കുന്ന ഒരു ആറ്റം ബോംബാണ് ഇന്ത്യൻ ജനാധിപത്യ ശുദ്ധീകരണ പ്രക്രിയയുടെ തുടക്കമാകാൻ പറ്റുന്ന ഒരു വലിയ വാർത്തയാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ കോൺഗ്രസ് നേതാവായി മാത്രം കാണരുത്. അദ്ദേഹം ഇന്ത്യൻ രാജ്യത്തിന്റെ ഒരു പ്രതിപക്ഷ നേതാവാണ്, അതിശക്തനായ പ്രതിപക്ഷ നേതാവാണ്. ആ പ്രതിപക്ഷ നേതാവ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരു സംശയം ഉന്നയിച്ചാൽ അതിന്റെ ഗൗരവത്തോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണണം. കേന്ദ്ര സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ന്യായീകരിക്കാൻ വരണ്ട, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ന്യായീകരിക്കാൻ വരണ്ട. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതിന് നേരിട്ട് ഉത്തരവാദിത്വം വോട്ടർമാരായ ഇന്ത്യൻ ജനങ്ങളോടാണ്. അവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് എന്തെങ്കിലും ഒരു സംശയം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സംശയം ഇല്ലാതാക്കുക, ദൂരീകരിക്കുക എന്നുള്ളത് പ്രാഥമികമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തമാണ്. അവര് രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിക്കുകയല്ല വേണ്ടത്, തെളിവ് ചോദിക്കുകയല്ല വേണ്ടത്. എന്റെ വീട്ടിലോ നിങ്ങളുടെ വീട്ടിലോ ഒരു കള്ളൻ കയറിയാൽ നമ്മൾ കള്ളനെ പിടിച്ചു കൊടുത്താൽ മാത്രം പോരാ, കള്ളന് പിടിച്ചു കൊടുക്കുന്നതിന്റെ സാഹചര്യത്തോടു കൂടി പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കണം എന്നൊരു സ്ഥിതി വന്നാൽ ആ നീതി നിർവഹണത്തിന്റെ അർത്ഥം എന്താണ്? ആ അർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയോട് ഇപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്ന സമീപനം ശരിയല്ല. അത് ഒരു കാര്യം അക്ഷന്തവ്യമായി പറയട്ടെ, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സമ്പ്രദായവും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംശയത്തിന്റെ നിഴലിലായിരിക്കുന്നു എന്ന കാര്യത്തിൽ സർജിക്കൽ സ്ട്രൈക്കിന് ഒരു സംശയവുമില്ല എന്നാണ് ഞങ്ങളുടെ നിലപാട് ഈ വിഷയത്തിൽ. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ലക്കം സർജിക്കൽ സ്ട്രൈക്ക് ഇവിടെ അവസാനിക്കുന്നു. ഇതാണ് മാധ്യമ പ്രവർത്തകൻ. ഞാൻ ഒരു കാര്യം കൂടി പറട്ടെ, മാധ്യമ പ്രവർത്തകനെ ചിലപ്പോൾ നിങ്ങൾക്ക് വില കൊടുത്ത് വാങ്ങാൻ പറ്റും, പക്ഷെ അദ്ദേഹത്തിന്റെ നിലപാടിനെ ഒരിക്കലും വില കൊടുത്ത് വാങ്ങാൻ പറ്റില്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഉണ്ണി ബാലകൃഷ്ണൻ എന്ന നട്ടലുള്ള മാധ്യമ പ്രവർത്തകൻ. വിനു വി ജോൺ എന്ന മാധ്യമ പ്രവർത്തകൻ എന്ന പേരുള്ള വേട്ടാവളിയാ. നിനക്ക് സമയമുണ്ടാകുമ്പോൾ നീ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന പേരുള്ള ഈ മാധ്യമ പ്രവർത്തകന്റെ അടുത്ത് വന്ന് ഇരിക്കണം. അദ്ദേഹത്തിന്റെ അടുത്ത് വന്ന് ഇരുന്നാലെങ്കിലും നിനക്ക് കുറച്ചെങ്കിലും മാധ്യമ പ്രവർത്തനം എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലായേക്കാം. അങ്ങനെ മനസ്സിലാകാത്തിടത്തോളം കാലം നീ നമ്മുടെ കേരളത്തെ അപമാനിക്കാനും സംഘപരിവാറിന്റെ അജണ്ടയായ ലവ് ജിഹാദ് എന്ന പേരുള്ള ഒരു നനഞ്ഞ പടക്കത്തെ ഈ കേരളത്തിൽ പ്രചരിപ്പിക്കാനും നോക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനെ മാധ്യമ പ്രവർത്തനം എന്താണെന്ന് നിനക്ക് മനസ്സിലാകാത്തിടത്തോളം കാലം നീ സംഘപരിവാറിന്റെ നനഞ്ഞ പടക്കവും പിടിച്ചിട്ട് ഇന്നലെ രാഹുൽ ഗാന്ധിയെ പോലുള്ളവർ പൊട്ടിച്ച ആറ്റം ബോംബിന്റെ ശബ്ദം വരെ കേൾക്കാണ്ട് ഇങ്ങനെ നാറിയ അടിമപ്പണി എടുത്തുകൊണ്ടേയിരിക്കും. ഞാൻ ആദ്യമേ പറയട്ടെ, ഞാൻ ഈ വേശ്യാനെറ്റ് എന്ന് പറഞ്ഞ മാധ്യമ സ്ഥാപനം മാധ്യമം കാണുന്നത് തന്നെ നിർത്തിയതാണ്. പക്ഷെ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ഈ മാധ്യമ പ്രവർത്തനം അവിടെ വന്ന ശേഷം ഇദ്ദേഹത്തിന്റെ പരിപാടി കൃത്യമായി ഞാൻ കാണാറുണ്ട്. ഇദ്ദേഹം എത്ര കാലം ആ വേശ്യാനെറ്റിൽ ഉണ്ടാവുന്ന ഒരു ഉറപ്പില്ല. ഇതേ പോക്കാണെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തെ അവർ പുറത്താക്കും. പക്ഷെ നിലപാട് മാധ്യമ പ്രവർത്തനം എങ്ങനെയായിരിക്കണമെന്ന് കേരളത്തെ കാണിച്ചെന്ന ഇദ്ദേഹത്തിന്റെ കൂടെയാണ് ഞാൻ. അപ്പൊ ഉണ്ണി ബാലകൃഷ്ണനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.